ജോസഫ് എ ഫ്രൂട്ട്ഫുൾ ട്രീ. യോസേഫ് ഫലപ്രദമായ വൃക്ഷം. ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. വൃക്ഷം നല്ലതാണ് എങ്കിൽ അതിൻ്റെ ഫലം നല്ലതാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുകയും ഭാരപ്പെട്ട് കഷ്ടപ്പെട്ട് പ്രയത്നിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഫലം നല്ലതല്ല എങ്കിൽ വെറുതെയാണ് അധ്വാനിച്ച്. അപ്പം ദൈവത്തിന് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം, ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഉൽപ്പത്തി നോക്കുകയാണ്, ഉൽപ്പത്തിയുടെ ബുക്ക് മുഴുവനും പഠിക്കുന്നതിന് നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ വളരെ സഹായിക്കും. ഉൽപ്പത്തി നോക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എല്ലാം തരാൻ സ്നേഹിക്കുന്ന ഒരു ദൈവം, അനുഗ്രഹിക്കാൻ ഓടി വരുന്ന ഒരു ദൈവമാണ്. ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പം പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടൊന്നും അല്ല, വസ്തുവകളൊന്നുമല്ല സ്വത്തായിട്ട് കൊടുത്തിരുന്നത്. അവർക്ക് കൊടുത്തിരുന്ന അനുഗ്രഹമാണ്. മരിക്കുന്നതിന് മുൻപേ പിതാക്കന്മാർ തലമുറകളെ അനുഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ സമ്പത്തായിട്ട്. അത് ഇന്നത്തെ കാലത്ത് അതിന് ഒരു വിലയില്ല. കാരണം ഒന്നാമത് പ്രായം ചെന്ന് മരിക്കുന്നവർക്ക് അനുഗ്രഹിക്കാൻ അറിഞ്ഞുകൂടാ, രണ്ടാമത് അത് റിസീവ് ചെയ്യേണ്ടവർക്ക് എങ്ങനെ റിസീവ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരപ്പനും അമ്മയോ മരിക്കുന്നു, എന്നോട് ഒരു സ്ത്രീ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, അവർക്ക് വീട്ടിൽ വലിയ പ്രയാസമുള്ള കാലമായിരുന്നു. അവരവരുടെ അമ്മായിമ്മ നന്നായിട്ട് നോക്കി. അവർ മരിക്കുന്നതിന് മുൻപ് ഒരു വെള്ളിക്കാശ് ആ അമ്മായിമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ മരുമകളെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. അവർ പറയാം, അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് പണത്തിന് പ്രയാസം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരപ്പനും അമ്മയും അത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ കൈകൊണ്ട്, നമ്മളിപ്പോൾ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടോ, ഓരോ ഭവനങ്ങൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടു കൊടുക്കും. അത് നമുക്ക് അന്നേരം തോന്നുമായിരിക്കും നമ്മുടെ വീട്ടിൽ, പക്ഷേ ആ കൊണ്ടുവന്ന സാധനത്തിൻ്റെ പുറകെ അതേ സാധനം പിന്നെ ഒത്തിരി കയറി വരുന്നതാണ്. ഒരു എക്സാമ്പിൾ സിമ്പിളായിട്ട്, ഒരാൾ കുറച്ച് പഴം കൊണ്ടുവന്നിരിക്കട്ടെ, നമുക്കിവിടെ പിന്നെ വാഴയില്ല. അപ്പം ഒരാൾ 2 പടല പഴം കൊണ്ടുവന്നിരിക്കട്ടെ, പിറ്റേ ദിവസം വേറൊരാൾ 2 പടലയിലും കൊണ്ടുവരും, പിന്നെ ദിവസം ഒരാഴ്ചയ്ക്കകം വേറെ 2 പേര് കൊണ്ടുവരും. എന്താ? ഒരാളുടെ ആ കൈയുടെ പുണ്യമെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. കൊടുക്കും തോറും വർദ്ധിക്കുകയാണ്. നമ്മൾ ആര് തരുന്നവർ, ഇപ്പോൾ ചെടി തന്നെ ഞാൻ പലരെയും നോട്ട് ചെയ്തിട്ടുണ്ട്. ചിലരുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടി നന്നായിട്ട് പൂത്തൊലഞ്ഞ് നിൽക്കും. ചിലരുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ വർഷങ്ങളോളം അതങ്ങനെ നിൽക്കും, അതേ പൂവുണ്ടാകത്തില്ല. അപ്പം ഞാനതിനെ ശാസിക്കും, എന്താണ് ഇത്രയും നാളായിട്ടും എല്ലാ സൗകര്യവും തന്നിട്ട് എന്താ പൂവുണ്ടാകത്തെന്ന് ഞാൻ ചോദിക്കും. ചിലരുടെ കൈ കൊണ്ട് തൊട്ടാൽ ഫലമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് ചിലരെ കൈകൊണ്ടങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ, കർത്താവിനെ അനുഗ്രഹമുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. ജോസഫിനെ കുറിച്ച് അനുഗ്രഹിക്കുന്ന എന്താണെന്ന്, അതായത് യാക്കോബ് തൻ്റെ പുത്രന്മാരെല്ലാം വിളിച്ചു കൂട്ടി അവരെ അനുഗ്രഹിക്കുന്നൊരു അധ്യായമാണ് ഉൽപ്പത്തി 49-ാം അധ്യായം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പലപ്പോഴും പലരോടും ഞാൻ പറയാറുള്ളതാണ്, യഹൂദയെ അനുഗ്രഹിക്കുന്നതും ജോസഫിനെ അനുഗ്രഹിക്കുന്നതാണ് അതിലേറ്റവും അനുഗ്രഹം. എന്നാൽ മറ്റുള്ളവരൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര വലിയ അനുഗ്രഹമല്ല. അപ്പോൾ യോസഫിനെ യാക്കോബ് ഇങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്. യഹൂദയെ അനുഗ്രഹിക്കുന്നത് 8-ാം വാക്യത്തിൽ 49-8, യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നോക്കണേ, യഹൂദാ ഗോത്രത്തിലാണ് യേശുക്രിസ്തു വന്നത്. എത്രയോ വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം ഉൽപ്പത്തി 49-ാം അധ്യായത്തിൽ 8-ാം വാക്യം, യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിൻ്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പൻ്റെ മക്കൾ നിൻ്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു, അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. അവനെ എഴുന്നേൽപ്പിക്കും. അവകാശമുള്ളവർ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടുകൂടെ ആകും. അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നു. അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവൻ്റെ പല്ല് പാലുകൊണ്ട് വെളുത്തും ഇരിക്കുന്നു. ഇന്ന് മനോഹരമായിട്ടല്ലേ? അത് യഹൂദാ ഗോത്രത്തെക്കുറിച്ച് അനുഗ്രഹിച്ച് അന്ന് പറഞ്ഞത്, യഹൂദാ ഗോത്രത്തിലാണ് യഹൂദായുടെ സിംഹമാണെന്ന് യേശു ക്രിസ്തു വരേണ്ടത്.
ആ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോയില്ല. ഇന്നിപ്പോൾ നമ്മൾ യഹൂദയുടെ ഗോത്രത്തിനകത്ത് യഹൂദയുടെ ബാനറിനകത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് ഓർക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തലമുറകൾക്ക് മുമ്പേ ദൈവം നമ്മുടെ പിതാക്കന്മാരെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചതാണ് എങ്കിൽ ആ അനുഗ്രഹം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ആർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വചനമെടുത്ത് വായിക്കുമ്പോൾ അത് നമ്മുടെ ഭവനത്തിൽ കടന്നു വരും, അല്ലാതെ വരത്തില്ല. ഇതിനകത്ത് പുസ്തകത്തിൽ ഇരിക്കുന്നുണ്ട് ഒരു ഗുണമില്ല. പക്ഷെ എപ്പം നമ്മളിതെടുത്ത് വായിക്കുമോ അന്നേരം അത് നമ്മുടേതായി മാറുകയാണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് അസ് ഓഫ് റൈറ്റ്. എന്നാൽ ഈ ജോസഫിനെ അനുഗ്രഹിച്ചത് വേറെ തരത്തിലാണ്. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം. പഴയ നിയമത്തിൽ ജോസഫാണ് ഇസ്രായേൽ ജനതയെ രക്ഷിച്ചതെന്ന് ഓർക്കണം. നീരുറവിനരവെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, ഫലമുള്ള വൃക്ഷമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അന്ന് ജോസഫ് പിന്നെ എത്രയോ കഷ്ടങ്ങളിൽ കൂടെ പോകേണ്ടതാണ്. പക്ഷേ അനുഗ്രഹം കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ജോസഫ് ഈ അനുഗ്രഹം കൊടുക്കുന്നവരെ നോട്ട് ചെയ്തിട്ടുണ്ടോ? അവരുടെ അനുഗ്രഹങ്ങളെല്ലാം അങ്ങ് വിളിച്ചു പറയും. പക്ഷേ ഈ അനുഗ്രഹം കിട്ടാനുള്ള ഈ കഷ്ടപ്പാടൊന്നും വിളിച്ചു പറയൂല. ഏതൊരു അനുഗ്രഹവും ഏതൊരു ബ്ലെസ്സിങ്ങും കിട്ടണമെങ്കിൽ അതിന് മുമ്പിൽ ഒരു യുദ്ധമുണ്ട്. ചുമ്മാതെ കിട്ടുന്ന ആരും വിചാരിക്കല്ലേ, അത് നിൽക്കത്തുമില്ല. അതുകൊണ്ട് ജോസഫിനെ അനുഗ്രഹിച്ച് എങ്ങനെയാണെന്ന് നോക്കിയേ. ജോസഫ് ഫലപ്രദമായ വൃക്ഷം, നീരുന്നറവ് ഫലപ്രദമായ വൃക്ഷം, അവൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോടെ പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. അപ്പം ദൈവം അങ്ങ് അനുഗ്രഹിക്കാൻ വിചാരിച്ച അനുഗ്രഹം തന്നെയാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ അനുഗ്രഹമാണ്. നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവർ യോസേഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായ എൻ്റെ നെറുകയിലും വരും. ഈ പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഒഴുകാൻ ഒരു ചാനൽ വെട്ടി വെച്ചിരിക്കുകയാണ്. ആരത് ആഗ്രഹിക്കുന്നു അവരെടുത്തത് വായിച്ചോണം. അത് പല പ്രാവശ്യം ഇങ്ങനെ വായിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. വേദപുസ്തകത്തിൻ്റെ അധ്യായങ്ങൾ 49 അധ്യായത്തിനകത്ത് ഞാനിപ്പം പറഞ്ഞ 22 തൊട്ടുള്ള വാക്യം അതെടുത്ത് വായിച്ചിട്ട് നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൽ ശത്രു വരുന്നുണ്ട്, പക്ഷേ അവനെ നീ ഉറപ്പോടെ നിർത്തുന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ ഭുജത്താൽ കയ്യാൽ ബലപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പാറയാവുന്ന ഇടയൻ്റെ നാമത്താൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പറയണം. അപ്പം നമ്മൾ യോസഫിനെ അനുഗ്രഹമുള്ളതെന്ന് പറയുന്നതിൻ്റെ കാരണം അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്തതുമായ വൃക്ഷം. സങ്കീർത്തനം 1 പറയുന്നത്. അപ്പം ജോസഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ജോസഫിന് പറഞ്ഞ ഉടനെ ഒന്നും അനുഗ്രഹം കിട്ടിയില്ല. സഹോദരന്മാർ ജോസഫിനെ കൊണ്ട് പൊട്ടക്കിണറ്റിലിടുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പനൊരു നിലയെങ്കി കൊടുത്ത്, അതാണ് പ്രശ്നം ഉണ്ടായത്. അപ്പൻ്റെ സ്നേഹം അപ്പം കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ടു. അവിടുന്ന് പിന്നെ പൊക്കിയെടുത്ത് വിൽക്കുന്നു. അവിടുന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവിടെ പൊത്തിഫറിൻ്റെ വീട്ടിൽ നിൽക്കുന്നു. അവിടെ പ്രശ്നമുണ്ടായി. അവിടുന്ന് പിന്നെ ഫറോൻ്റെ ജയിലിൽ കൊണ്ടിടുന്നു. ഇവിടെ ജയിലിൽ ചെന്ന് താമസിക്കുമ്പം അവിടെ 2 പേര്, ഫറോൻ്റെ വിരുന്ന് കൊടുക്കുന്ന ആളും അപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന ആളും കൂടെ. അതുകൊണ്ട് തന്നെ ഫറോൻ്റെ സംസാര രീതി മുഴുവനും ഈ കൊച്ചൻ അവിടെ ഇരുന്ന് പഠിക്കാനിടയായി. അതെല്ലാം കഴിഞ്ഞ് തക്ക സമയമായപ്പം അനുഗ്രഹത്തിൻ്റെ ദൈവം ഇറങ്ങി വന്ന് ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ദൈവത്തിന് യോഗ്യമായ ഒരു വലിയ ഉന്നത പദവി, അതായത് ഫറവോൻ്റെ അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ന പദവിയിൽ ജോസഫിനെ ഉയർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അനുഗ്രഹം കിട്ടിയോ? കിട്ടി. പക്ഷെ അതിൻ്റെ പുറകിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടായിരുന്നെന്ന് ജോസഫിനോട് ചോദിച്ചാണ്. ജോസഫിൻ്റെ പരീക്ഷണങ്ങളെല്ലാം കഠിനമായ പരീക്ഷണങ്ങളായിരുന്നു. അവയിലൊക്കെ ജോസഫിനെ നിലനിർത്തിയത് അവൻ്റെ ഒരു സ്വപ്ന സ്വഭാവം, ദൈവത്തിൻ്റെ ഒരു ദർശനമുള്ളവനായിരുന്നു. ആ ദർശനങ്ങൾ ജയിലിൽ കിടക്കുമ്പോഴും ദൈവം എന്നെക്കുറിച്ച് കരുതുന്നു. എവിടെ ചെന്നാലും അവൻ അധികാരിയായിട്ട് പ്രവർത്തിക്കും. കാരണം അവൻ്റെ ഉള്ളിലൊരു പ്രത്യാശയുള്ളവനായിരുന്നു. കാരണം ഇവിടെ അനുഗ്രഹം കിട്ടിയ മകനല്ലേ. നമ്മൾ ഓർക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അല്പകാലത്തേക്ക് ദൈവത്തിൽ നിന്ന് മാറി നിന്നാലും ഭയപ്പെടേണ്ട. അവരെ ഹണ്ടിങ് ഡൗൺ, അതായത് വേട്ടപ്പട്ടി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ കണ്ടുപിടിച്ചിട്ട് അവരെ വേണ്ടാത്ത സ്ഥലത്ത് നിൽക്കുന്നതിനെ പറിച്ചു മാറ്റി
നീതിവൃക്ഷമാക്കി മാറ്റുന്ന ദൈവം കടന്നു വന്നിരിക്കുന്നു. അവനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷമാക്കി ദൈവം പ്രഖ്യാപിച്ചു. അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മുടെ ജോലി പിന്നെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എൻ്റെ മക്കളെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട് അവരെന്നെക്കാട്ടിൽ ശ്രേഷ്ഠരായി മാറിയിരിക്കുന്നു. ജോസഫിൻ്റെ കൂട്ട് പൂർവ്വന്മാരുടെ പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ അവരുടെ വീട്ടിൽ, അവൻ്റെ ഭവനത്തിൽ, അവൻ്റെ നെറുകയിൽ ഒഴുകുന്നത് ഞാൻ കാണുന്നു. സഹോദരന്മാർ അവൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്നത് ഞാൻ കാണുന്നു. അവനെ മാനിക്കുന്ന ദേശത്ത് അവനെ മാനിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇങ്ങനെ നമ്മളങ്ങോട്ട് അനുഗ്രഹിച്ച് പറഞ്ഞു കഴിയുമ്പോഴുണ്ട് ആദ്യമൊക്കെ നേരെ ഓപ്പോസിറ്റ് കാണും. പക്ഷേ ഭയപ്പെടല്ലേ, ഉറച്ച് വിശ്വസിച്ച് വചനം അയച്ചുകൊണ്ടേയിരിക്കുക. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് കർത്താവ് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ അനുഗ്രഹിക്കാൻ പഠിക്കണം, അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ഈ ജെറമ്യായിലും പറയുന്നുണ്ട്, ജെറമ്യാ പ്രവചനം, നിങ്ങളുടെ വൃക്ഷം ആറ്റരികത്ത് നട്ടിരിക്കുന്ന തഴച്ച് നിൽക്കുന്ന വൃക്ഷം പോലെയാണ്. അപ്പം നമ്മൾ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തിൽ നോക്കുമ്പോൾ അവരുടെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായിട്ട് കണ്ടു. അബ്രഹാം വിശ്വസിച്ചതുകൊണ്ട് ഊറന്ന ദേശത്തുനിന്ന് പുറത്തിറങ്ങി. അബ്രഹാം പോയിടത്തെല്ലാം ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന യാഗപീഠങ്ങളുണ്ടാക്കി. പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്തത്, എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു യാഗപീഠമുണ്ടാക്കി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. നമ്മൾ പോകുന്നിടത്ത് അത് ചെയ്യുന്നുണ്ടോ? നല്ലത് തന്നെ. നമ്മൾ താമസിക്കുന്നത് പള്ളിയുടെ അടുക്കലാണ്. പക്ഷെ പള്ളിയുടെ അടുക്കലല്ലാത്ത സ്ഥലങ്ങൾ നമുക്കില്ലേ? അവിടെ എന്തെങ്കിലും നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടോ? ഒരു ചോദ്യമാണ്. ദൈവം തരുന്നതിലെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവം നമ്മളെ പഠിപ്പിക്കട്ടെ. നമ്മുടെ തലമുറകൾക്ക് അത് ഐശ്വര്യമായിട്ട് മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫിൻ്റെ അനുഗ്രഹം എത്രയോ മനോഹരമായിട്ട് വേദപുസ്തകത്തിൽ എത്ര വർഷങ്ങൾ, 4000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്ന സത്യവചനങ്ങൾ ഇന്നും ദൈവമേ, പിതാക്കന്മാരുടെ അനുഗ്രഹം ഒഴുകുന്നത് മിക്ക തലമുറകളിലും, ദൈവത്തെ അറിയുന്ന തലമുറകളിൽ ഞങ്ങൾ കാണുന്നുണ്ട്. അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ അവരെ കാണുമ്പോൾ, കർത്താവേ, നീ അവരെ എൻ്റെ തണലിനകത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിന്, ശത്രു കാണാതെ സൂക്ഷിച്ചവരെ പരിപാലിക്കുന്നതിന്, ശത്രുവിൻ്റെ പക്ഷത്ത് ചേരാതെ അവരെ സൂക്ഷിച്ച് നിർത്തുന്നതിന്, ശത്രുവിൻ്റെ ആരവങ്ങൾ കണ്ടിട്ട് പേടിക്കാതെ നീ അവരെ കൊണ്ടുവരുന്നതിന് നന്ദിയോടെ സ്തോത്രം. സുബോധത്തിൻ്റെ ആത്മാവ് ദൈവം അവർക്ക് കൊടുക്കുകയാണ്. തിരിച്ചുവരവിൻ്റെ ആത്മാവരുടെ മേൽ വീഴുകയാണ്. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ എത്രയോ 4000 വർഷങ്ങൾക്ക് മുമ്പ് ജോസഫിന് കൊടുത്തത് ജോസഫിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ചു എങ്കിൽ ഞങ്ങളുടെ തലമുറകൾക്കും അത് പൂർത്തീകരിച്ച് നീ തരും. നാഥൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ അനുഗ്രഹത്തിൻ്റെ ദൈവം കടന്നു വന്ന് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചേ പറ്റും. നിൻ്റെ അനുഗ്രഹം അല്ലാതെ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ കർത്താവേ. അവരെ നിൻ്റെ കാൽപാതി കൊണ്ടുവച്ചിട്ട് കർത്താവേ, നീ അവരെ അനുഗ്രഹിച്ച് നിൻ്റെ അരയ്ക്ക് കെട്ടിവെച്ച് നീ അവരെ വചനം പഠിപ്പിച്ച് നിനക്ക് ഉപയോഗമുള്ള പാത്രങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹീനപാത്രങ്ങളായിട്ടുള്ള മക്കളാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാനപാത്രമാക്കി കൊടുക്കണമേ. മക്കളെക്കുറിച്ച് വ്യസനിക്കുന്ന അമ്മയപ്പന്മാർക്ക് സമാധാനത്തിൻ്റെ ദൂത് കൊടുക്കണേ. മുന്തിരിയാകുന്ന നിന്നിലേക്ക് ഞങ്ങൾ അവരെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.